നമസ്കാരം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് സൺക്രോസിൻ്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു മോഡലാണ്. അതായത് ഒരു എൻട്രി ലെവൽ എന്ന നിലയ്ക്ക് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഹൈബ്രിഡാണ്. നമുക്കറിയാം ഇത് കമ്പയർ ചെയ്യുന്നത് ഫയർഫോക്സ്, മോണ്ട്ര ഡൗൺ ടൗൺ അങ്ങനെയുള്ള ബ്രാൻഡുകളായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്പെക്കിലേക്ക് കിടക്കാം. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോകാം. മെയിനായിട്ട് ഇത് വരുന്നതെന്ന് വെച്ചാൽ ഫുൾ അലോയ് സൈക്കിൾ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ സ്റ്റെമ്മ്, ഹാൻഡിൽ ബാർ, സീറ്റ് പോസ്റ്റ്, ഫ്രെയിം, പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഹബ്ബ്, ക്രാങ്ക് ഉൾപ്പെടെ അലോയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പാർട്സ് അലോയ് വെച്ചിട്ട് ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 23,000 ആണ്. 23,335 ഇതിൻ്റെ MRP എന്ന് പറയുന്നത്. അത് സസ്പെൻഷനുള്ള മോഡലാണെങ്കിൽ ഒരു 600 രൂപ 700 വ്യത്യാസം വരുന്നുണ്ട്. ഇതിപ്പോൾ സസ്പെൻഷനുള്ള മോഡലാണ്. ഇതിൻ്റെ റിജിഡ് മോഡലും അവൈലബിൾ ആണ്. റിജിഡിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത് 23,335. ഇത് മെയിനായിട്ട് വരുന്നത് 6061 അലോയ് ഫ്രെയിമിലാണ് വരുന്നത്. അതിൽ തന്നെ ഇൻറ്റേർണൽ കേബിളിംഗ് വരുന്നുണ്ട് ഫ്രെയിമിൽ തന്നെ. അതായത് ഗിയർ, ബ്രേക്ക് എല്ലാം ഇൻറ്റേർണൽ കേബിളിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത ഷിമാനോ ഗിയർ തന്നെയാണ് വരുന്നത്. ഷിമാനോൻ്റെ ഈസി ഫയർ ഷിഫ്റ്ററാണ് വരുന്നത്. 500 എന്ന് പറഞ്ഞ മോഡലാണ് ഷിമാനോൻ്റെ ഷിഫ്റ്റർ യൂസ് ചെയ്തേക്കുന്നത്. അത് നേരത്തെ മോഡലും അത് തന്നെയായിരുന്നു, അതിനൊന്നും ഒരു ചേഞ്ച് വരുത്തിയിട്ടില്ല. പഴയ മോഡലിൽ നിന്നും നമുക്ക് വ്യത്യാസമായിട്ട് വന്നേക്കുന്നത്, പഴയ മോഡൽ അഡ്ജസ്റ്റബിൾ സ്റ്റെമ്മായിരുന്നു വരുന്നത് പ്രോ മാക്സിൻ്റെ. അതൊരു 1600 രൂപ വില വരുന്നായിരുന്നു. അപ്പോൾ അത് അവർ കുറച്ചിട്ടുണ്ട്. നോർമൽ അലോയ് സ്റ്റെമ്മാണ് വരുന്നത്, അഡ്ജസ്റ്റബിൾ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ പഴയ മോഡലിൽ വോൾട്ടസ് ഡിറൈലറായിരുന്നു RD വരുന്നത്. ഇപ്പോൾ ഇതിൽ RD വരുന്നത് ടൂർണിയിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള TY 500 എന്ന് പറഞ്ഞ മോഡലാണ്. അതുപോലെ ഫ്രണ്ട് ഡിറൈലറിന് വലിയ വ്യത്യാസമില്ല. FD വരുന്നത് 510 എന്ന് പറഞ്ഞൊരു മോഡലാണ് ടൂർണിയിൽ തന്നെ. നമുക്കറിയാം ഈ ജെയിൻറ്റിലൊക്കെ വരുന്നതും ഈ FD തന്നെയാണ്. പിന്നെ ക്രാങ്ക് വരുന്നത് പ്രോ വീലിൻ്റെ ക്രാങ്കാണ് വരുന്നത്. അതും പഴയ പോലെ വലിയ വ്യത്യാസമില്ല. പഴയ മോഡലിന് വരുന്നത് ഇത് തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ ഇത് 21 സ്പീഡാണ്. 21 സ്പീഡിൽ ഷിമാനോ ഗ്രൂപ്പ് സെറ്റ് വെച്ച് വരുന്നതാണ്. അതായത് ഷിഫ്റ്റർ, ഡിറൈലർ, കാസറ്റ് എല്ലാം ഷിമാനോ ആണ് വരുന്നത്. ചെയിൻ വരുന്നത് 7 സ്പീഡ് ചെയിൻ KMC ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് അലോയ് ഹബ്ബാണ്. അതായത് 36 ഹോളാണ് വരുന്നത്. 36 ഹോളിൽ ഡബിൾ വാൾ റിമ്മാണ് അലോയ് വരുന്നത്. 700C. ടയർ സൈസ് വരുന്നത് 38 വരുന്നത്. അതും കഴിഞ്ഞ വർഷം 38 തന്നെയായിരുന്നു, അതിന് വലിയ വ്യത്യാസമില്ല. പിന്നെ അതിൽ ചേഞ്ച് വരുത്തിയേക്കുന്നത്, കഴിഞ്ഞ വർഷം വരെ കെൻഡയുടെ ടയറായിരുന്നു, ഇപ്പോൾ ഇത് റാൽസൻ്റെ ടയറാണ്. അത് പുറത്തെ ഇമ്പോർട്ടഡ് ബ്രാൻഡുകൾ ടയർ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ബ്രാൻഡുകളിലും ഇപ്പോൾ ഇന്ത്യൻ ടയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഡബിൾ ക്യുക്ക് റിലീസാണ് വരുന്നത്. 2 വീലും നമുക്ക് ക്യുക്ക് റിലീസാണ് വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ വീൽ അഴിച്ച് മാറ്റാം. പഞ്ചറായ നമുക്ക് ഫ്രണ്ടും ബാക്കും കൈകൊണ്ട് തന്നെ അഴിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ ബോട്ടം ബ്രാക്കറ്റ് സീൽഡ് കാട്രിഡ്ജാണ് വരുന്നത്. പിന്നെ ഇതിൽ 2 ബോട്ടിൽ ഗേജ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് പണ്ടത്തെ മോഡലും 2 തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രാങ്കിൻ്റെ ഇത് വരുന്നത് 48, 38, 28 എന്ന് പറഞ്ഞൊരു സൈസിലാണ് ക്രാങ്ക് വരുന്നത്. ബാക്കിൽ നമുക്ക് കാസറ്റ് വരുന്നത് 14, 32 എന്ന് പറഞ്ഞ കോമ്പിനേഷനിലാണ് ടീത്തിൻ്റെ എണ്ണം വരുന്നത്. പിന്നെ സീറ്റും ക്യുക്ക് റിലീസാണ് വരുന്നത്. സീറ്റ് വാഡർ എന്ന് പറഞ്ഞ സീറ്റാണ് യൂസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ സെല്ലർ ഓയിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സീറ്റായിരുന്നു, അത് ചേഞ്ച് ആയിട്ടുണ്ട്. വാഡർ എന്ന് പറഞ്ഞ സീറ്റാണ്. വാഡറും നല്ല ബ്രാൻഡിൻ്റെ സീറ്റാണ്. പിന്നെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ 23 റേഞ്ചിൽ നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഫയർഫോക്സ്, റാപ്പിഡും മോണ്ട്ര ഡൗൺ ടൗൺ ആണ്. റാപ്പിഡ് നമുക്ക് പിന്നെ കുറച്ച് വണ്ടികൾ അവൈലബിൾ ആണ്. പിന്നെ ഡൗൺ ടൗൺ അവൈലബിൾ അല്ല. ഡൗൺ ടൗൺ ഈ റേഞ്ചാണ്, 23 റേഞ്ച് വരുന്നുണ്ട് പുതിയത്. അപ്പോൾ നമ്മൾ ആ ഡൗൺ ടൗണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡൗൺ ടൗണിൽ എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ ക്രാങ്ക് ആയിരിക്കും വരുന്നത്. ഈ പോർഷനൊക്കെ സ്റ്റീലായിരിക്കും, സീറ്റ് പോസ്റ്റ് സ്റ്റീലായിരിക്കും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഹബ്ബ് അടക്കം നമുക്ക് അലോയ് കിട്ടുന്നുണ്ട്. ഫുള്ള് ഒരു മൊത്തത്തിൽ അലോയ് കമ്പോണൻസാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടതൊക്കെ പെഡലാണ്. പെഡൽ ഹാഫ് അലോയ് യൂസ് ചെയ്തിട്ടുണ്ട്. പകുതി പ്ലാസ്റ്റിക്കും പകുതി അലോയും ആയിരിക്കും വരുന്നത്. പിന്നെ ബ്രേക്ക് യൂസ് ചെയ്തേക്കുന്നത് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. പഴയ മോഡലും ഡിസ്ക് ബ്രേക്ക് തന്നെയായിരുന്നു. പിന്നെ അതിൽ വി ബ്രേക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. വി ബ്രേക്ക് മൗണ്ടും ഉണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പെക്കാണ് സൺക്രോസ് ഇന്നോവേറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമുക്ക് തരുന്നത്.
പിന്നെ ഹെഡ്സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ത്രെഡ്ലെസ് ആയിട്ടുള്ള ഫോർക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇപ്പോൾ പ്രൈസ് റേഞ്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 23,000 അത്യാവശ്യം വാങ്ങിക്കാൻ പറ്റിയൊരു ഹൈബ്രിഡാണ് സൺക്രോസ് ഇന്നോവേറ്റ് എന്നുള്ളത്. കൂടുതൽ വിവരം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ suncross.com അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് വരുന്നതാണ്. അതിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ അറിയാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ലിങ്ക് ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. ഷോപ്പിലെ നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട്. ഷോപ്പിൻ്റെ നെയിം ബൈക്ക് ടൈൽസ് എന്നാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. കാരണം വണ്ടികൾ വളരെ ഷോർട്ടേജാണ്, എല്ലാവർക്കും അറിയാം. പല ഷോപ്പുകളിൽ വിളിച്ചു ചോദിക്കുമ്പോഴും സ്റ്റോക്ക് അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാം. നമുക്ക് ആകെ വേണ്ടത് സൈക്കിൾ സെറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ഇതിൽ അഴിച്ചു വരുമ്പോൾ വരുന്നത് വീലുണ്ടാവില്ല, പിന്നെ പെഡൽ, ഹാൻഡിൽ ബാർ, ഇത്തരം കാര്യങ്ങളെ ലൂസായിട്ട് വരുള്ളൂ. അത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാന്നേ ഉള്ളൂ. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ഫൈൻ ട്യൂണിങ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. താഴത്തെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.